ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പലഹാരമായിട്ടാണ്. പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവ ബോണ്ടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്താണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട്. വനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുക്കാത്ത റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മാവ് ലൂസായി പോവും. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആയി പോകാൻ പാടില്ല, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് 1/2 അവറിന് ശേഷം മാവ് കണ്ടോ പാകത്തിന് തന്നെ ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറമേയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, പക്ഷെ ഉള്ളൊന്നും തീരെ കുക്കായി കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള റവ ബോണ്ട റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല. ഇതുപോലെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചിലുള്ള റവ ബോണ്ടയും പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടല്ലോ, ഇരിക്കും തോറും കൂടുതലായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി റവ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.